ഹായ് ഗായ്സ്, ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഇന്നലെ ഈ വീഡിയോയുടെ കണ്ടിന്യൂഷൻ കേട്ടോ. മാമൻ്റെ വീട്ടിലെത്തിയ ശേഷം പിന്നെ ഫുഡ് പ്രിപ്പറേഷനൊക്കെ തുടങ്ങി ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക്. ഇത് പിറ്റേ ദിവസത്തേക്കുള്ള കേട്ടോ. പച്ചക്കറിയൊക്കെ നന്നാക്കി വെക്കുന്നത്. ബീൻസൊക്കെ അമ്മ നന്നാക്കായിരുന്നു. അപ്പോൾ എന്നോട് ഇതുപോലെ കോവയ്ക്ക ഉറക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ കോവയ്ക്കാണെങ്കിൽ ഞാൻ മുറത്തിന്ന് പച്ചക്കറി കൊണ്ടുവന്ന ആ ഒരു പച്ചക്കവറിലോട്ടെല്ലാം കൂടെ വാരിയിടുക. അതിനി 2 സൈഡും കട്ട് ചെയ്തിട്ട് ഇനി കോവയ്ക്ക മെഴുക്കുവരട്ടിക്ക് പരുവത്തിന് വേണ്ടിയിട്ട് ഇനി കട്ട് ചെയ്യണം. അതെടുത്തിട്ട് അമ്മ ഇപ്പം കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാത്രത്തിൻ്റെ അവിടോട്ട് ഞാൻ കൊണ്ടുവച്ച് കൊടുത്തു. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു സവോളയും കൂടെ വേണമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ സവോള എടുക്കാൻ വേണ്ടിയിട്ട് പോകാറുന്നിട്ട് 2 സവാള എടുത്തിട്ട് കൊടുത്തു. പിന്നെ ഗീത വന്നിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഇതിപ്പം ഫാമിലി ഇനി മുതലുള്ളത് അല്ലാതെ ഓരോ ടൂറിസ്റ്റ് പ്ലേസിലുള്ള ബ്ലോഗൊക്കെ ആയിരിക്കും. ഡിവോഷണൽ പ്ലേസസും കാണും, അല്ലാത്തതും കാണും കേട്ടോ. പിന്നെ ബീൻസൊക്കെ നന്നാക്കാൻ കുറേ ഉണ്ടായിരുന്നു. 7 പേർക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പം ആ ക്വാണ്ടിറ്റിയിൽ എടുക്കണമല്ലോ. ഇത് പിറ്റേ ദിവസം ഞങ്ങൾക്ക് ലഞ്ച് ഞങ്ങൾ ഇങ്ങനെ ചോറ് പൊതി കെട്ടി കൊണ്ടുപോകാമെന്ന് കരുതി. കാരണം പെട്ടെന്ന് നമുക്ക് ഫുഡൊന്ന് ചേഞ്ച് ആകുമ്പോഴത്തേക്ക് വയറ്റിന് പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്ക് ഗീതുവിനോട് മാമി പറഞ്ഞു അവൻ്റെ അടിയിൽ നിന്ന് തേങ്ങ എടുത്തിട്ട് വരാൻ. അപ്പോൾ അവൾ കുനിഞ്ഞ് തേങ്ങ എടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അപ്പോൾ എനിക്കത് എടുക്കാനും പറ്റില്ല. മാമിക്ക് വയ്യായിരുന്നു. അപ്പം അവളോട് പറഞ്ഞിട്ട് ഞങ്ങൾ തേങ്ങ എടുക്കപ്പോൾ ഒരു തേങ്ങ എടുത്തപ്പോൾ അത് തികയാത്തതുകൊണ്ട് ഒരു തേങ്ങ കൂടെ എടുക്കാൻ പറഞ്ഞു. അവൻ വീഡിയോ എടുക്കുന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ അവന് നാണം വന്നിട്ട് അവൻ അങ്ങോട്ട് മാറിയത്. അത് മാമൻ്റെ മോനാട്ടെ, ഏറ്റവും ഇളയവൻ. അവനാണെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എന്നെ കളിയാക്കുമായിരുന്നു. അവനാണെങ്കിൽ പിന്നെ ഫ്രിഡ്ജ് തുറന്നിട്ട് അതിനകത്തെല്ലാം ഇങ്ങനെ ഓരോ നോക്കുക. നിങ്ങൾക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ? എന്തെങ്കിലും ചുമ്മാ വന്ന് ഫ്രിഡ്ജ് തുറക്കുന്ന സ്വഭാവം? ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന കേട്ടോ. അമ്മ പച്ചക്കറിയൊക്കെ അരിഞ്ഞതും ഞങ്ങളിവിടെ നിന്നിട്ട് ബിഗ് ബോസിൽ ഓരോരുത്തരെ പറ്റി പറയുകയൊക്കെയായിരുന്നു. ആ സമയത്ത് തന്നെ മാമി ഇവിടെ നിന്ന് തേങ്ങ പൊതിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ ഒരു പൂച്ച ഉണ്ട് കേട്ടോ മാമൻ്റെ വീട്ടിൽ. നല്ല ക്യൂട്ട് പൂച്ച, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നല്ല ഫ്രണ്ട്ലി കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അതൊരു മൂലയ്ക്കോട്ട് അങ്ങ് ഒതുങ്ങി പേപ്പറൊക്കെ കടിച്ച് ഉപ്പിട്ടേക്കുക. പക്ഷേ അതിങ്ങനെ പൂച്ച എപ്പോഴും പോലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പൂച്ച. അതിന് ബാത്റൂമിൽ പോകണമെങ്കിലും ഫുഡ് കഴിക്കണമെങ്കിലൊക്കെ കരയും. അപ്പോൾ പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന് ചെയ്ത് കൊടുത്താൽ മതി. അവന് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് കാണും. ഗീതകളെ അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുക എന്നെ. അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ബിഗ് ബോസ് കണ്ട് അമ്മ ഇങ്ങനെ തോരനൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കാം. ഇങ്ങനെ ഫാമിലി ആയിട്ടുള്ള ഈ ടൈംസൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്കൊരുപാട് ഇഷ്ടമുള്ള കാര്യം ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്. ലൈക്ക് ഫാമിലി ആയിട്ടുള്ള മൊമെൻറ്റ്സൊക്കെ. ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ മൊമെൻറ്റ്സൊക്കെ എനിക്ക് വളരെ കുറവാണ്. അപ്പോൾ അവൾ അതിൻ്റെ ഇടയ്ക്ക് എന്നോട് വഴക്കൊക്കെ ഉണ്ടാക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് മാമിയുടെ അടുത്തോട്ട് പോയേക്കാൻ. അപ്പോൾ അമ്മ തോരൻ അരിഞ്ഞിട്ട് എൻ്റെ തന്നിട്ട് പറഞ്ഞു മാമിയുടെ കൊണ്ട് കൊടുക്കാൻ. അപ്പം ഞാനതും കണ്ടിട്ട് മാമി തേങ്ങ പൊതിക്കുന്നിട്ടുണ്ട് അവിടെ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് അവിടെ തേങ്ങ പൊതിക്കുന്നതിൻ്റെ പൊടിയൊക്കെ വീഴത്തില്ലേ. അപ്പം അവിടെ നിന്ന് മാറ്റിയിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിലിട്ട് അത് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. തേങ്ങയൊക്കെ പൊതിച്ചുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്ന് എൻ്റെ സീറ്റിലേക്ക് വന്നിരുന്നപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ബിഗ് ബോസിലെ ഒരു സീൻ. എനിക്കാണെങ്കിൽ സൗണ്ട് വെക്കണമെന്നുണ്ട് അവർ പറയുന്നതൊക്കെ. പക്ഷേ ബിഗ് ബോസിൻ്റെ സൗണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് അത് പറ്റിയില്ല. തേങ്ങ അവളാണ് കേട്ടോ തിരുമ്മിയത്. അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം തേങ്ങ തിരുമുന്നത്. അതന്നെ അവൾ ദേഷ്യം പറഞ്ഞിട്ട് തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് തേങ്ങ തിരുമുന്നത് ഇഷ്ടമല്ല, എന്നെക്കൊണ്ട് എന്തിനാ തേങ്ങ തിരുപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടാട്ടോ തേങ്ങ തിരുമുന്നത്. പിന്നെ ആണെങ്കിൽ അവനവിടെ നിന്നിട്ട് എന്നെ കളിയാക്കി വീഡിയോസൊക്കെ എടുത്തോണ്ട് അവനാണെങ്കിൽ എന്നെ ബ്ലോഗറാന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് അവൾ തന്നെ തേങ്ങയൊക്കെ തിരുമ്മിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കിച്ചണിലേക്ക് ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എൻ്റെ കറണ്ടും പോയി. പിന്നെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇരുട്ടത്തിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. രാവിലെ തന്നെ എഴുന്നേറ്റ് പോയി. അടുത്ത വീഡിയോ ആയിട്ട് വരാം.